ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം, ഇല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കും, ചാണക്യനീതി. നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നത് എന്താണ്? പണമാണോ, വലിയ വീടാണോ, സമ്പത്താണോ, അതോ വിദ്യാഭ്യാസവും സാമൂഹിക സ്ഥാനവുമാണോ? ചാണക്യൻ പറയുന്നത് അതല്ല. ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ നേതാവിൻ്റെ സ്വഭാവത്തിലാണ്. ആ നേതാവ് അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മുത്തശ്ശനോ മുത്തശ്ശിയോ ആയിരിക്കാം. കുടുംബത്തെ നയിക്കുന്ന ആ വ്യക്തിയുടെ ചിന്തകളും പെരുമാറ്റവും തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. കുടുംബനാഥൻ വിവേകത്തോടെയും നീതിയോടെയും സ്നേഹത്തോടെയും ജീവിച്ചാൽ കുടുംബം വളരും. എന്നാൽ അഹങ്കാരത്തോടെയും കോപത്തോടെയും സ്വാർത്ഥതയോടെയും പെരുമാറിയാൽ കുടുംബ ബന്ധങ്ങൾ പതുക്കെ തകരാൻ തുടങ്ങും. ഇന്ന് ചാണക്യനീതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം, അല്ലാത്ത പക്ഷം കുടുംബ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത്, മാതൃകയായി ജീവിക്കുക. മക്കൾ മാതാപിതാക്കൾ പറയുന്നത് മാത്രമല്ല പഠിക്കുന്നത്, അവർ കാണുന്നതാണ് കൂടുതലായി അനുകരിക്കുന്നത്. സത്യസന്ധതയെക്കുറിച്ച് സംസാരിച്ചിട്ട് സ്വയം കള്ളം പറയുന്ന മാതാപിതാക്കളെ കണ്ടാൽ കുട്ടികളും അതേ വഴിയിലേക്ക് പോകും. അച്ചടക്കത്തെക്കുറിച്ച് ഉപദേശിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ അച്ചടക്കമില്ലെങ്കിൽ ഉപദേശത്തിന് വിലയില്ല. ഒരു കുടുംബനാഥൻ്റെ ജീവിതം തന്നെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പാഠപുസ്തകം. രണ്ടാമത്തത്, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക. ഒരു കുടുംബത്തെ ഏറ്റവും വേഗത്തിൽ തകർക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് പക്ഷപാതം. ഒരു മകനെ മാത്രം സ്നേഹിക്കുകയും മറ്റൊരാളെ അവഗണിക്കുകയും ചെയ്താൽ സഹോദരങ്ങൾക്കിടയിൽ അസൂയയും അകൽച്ചയും വളരും. നീതിയുള്ള പെരുമാറ്റം വിശ്വാസം സൃഷ്ടിക്കും. പക്ഷപാതം ജീവിതകാലം മുഴുവൻ മായാത്ത മുറിവുകൾ ഉണ്ടാക്കും. മൂന്നാമത്തേത്, കോപത്തെ നിയന്ത്രിക്കുക. എപ്പോഴും ശകാരവും നിലവിളിയും നിറഞ്ഞ വീടുകളിൽ സമാധാനമുണ്ടാകില്ല. ഭയന്ന് അനുസരിക്കുന്ന കുട്ടികൾ പിന്നീട് മനസ്സുകൊണ്ട് അകന്നു പോകും. ബഹുമാനം നേടേണ്ടത് ഭീഷണിയിലൂടെയല്ല, സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയുമാണ്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം കോപത്തെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. നാലാമത്തത്, പ്രതിസന്ധിയിൽ ധൈര്യമായി നിൽക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങൾ വരും. സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്രതീക്ഷിത ദുരന്തങ്ങൾ. അത്തരം സമയങ്ങളിൽ കുടുംബനാഥൻ ഭയപ്പെടുന്ന ആളാകരുത്. മറിച്ച് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വ്യക്തിയായിരിക്കണം. ധൈര്യം പകർന്നു നൽകുന്ന ഒരാൾ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കും. അഞ്ചാമത്തേത്, ആശയവിനിമയം നിലനിർത്തുക. പല കുടുംബങ്ങളും വലിയ പ്രശ്നങ്ങൾ കൊണ്ടല്ല തകരുന്നത്, പരസ്പരം സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ അകൽച്ചയായി മാറുന്നു. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്ന കുടുംബനാഥനാണ് യഥാർത്ഥ നേതാവ്. ആറാമത്തേത്, പണം മാത്രമല്ല മൂല്യങ്ങളും പഠിപ്പിക്കുക. സമ്പത്ത് മക്കൾക്ക് വിട്ടുകൊടുക്കാം, പക്ഷേ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ആ സമ്പത്ത് നിലനിൽക്കില്ല. സത്യസന്ധത, വിനയം, ഉത്തരവാദിത്വബോധം, കരുണ ഇവയാണ് മാതാപിതാക്കൾ മക്കൾക്ക്
നൽകേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. ഏഴാമത്തത് കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുക. ഒരു നല്ല വാക്കിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നീ നന്നായി ചെയ്തു, എനിക്ക് നിന്നിൽ അഭിമാനമുണ്ട്, നന്ദി. ഇത്തരം വാക്കുകൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. അഭിനന്ദനമില്ലാത്ത വീട്ടിൽ സ്നേഹം പതുക്കെ കുറയാൻ തുടങ്ങും. എട്ടാമത്തേത് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവ വലിയ വഴക്കുകളായി മാറും. ഒരു നല്ല കുടുംബനാഥൻ തീയിൽ എണ്ണ ഒഴിക്കില്ല, തീ അണയ്ക്കാൻ ശ്രമിക്കും. ഒരുമയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒൻപതാമത്തത് അഹങ്കാരം ഒഴിവാക്കുക. കുടുംബത്തിൻ്റെ തലവനാണെന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അധികാരമല്ല, അവ സേവിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. വിനയമുള്ള നേതാവിനെ എല്ലാവരും ബഹുമാനിക്കും. അഹങ്കാരിയാകുന്ന നേതാവ് ഒടുവിൽ ഒറ്റപ്പെടും. പത്താമത്തേത് കുടുംബത്തെ ഒരുമിപ്പിക്കുന്ന ശീലങ്ങൾ വളർത്തുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, പ്രത്യേക ദിവസങ്ങൾ ആഘോഷിക്കുക, പരസ്പരം സഹായിക്കുക. ഈ ചെറിയ ശീലങ്ങളാണ് വലിയ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ. ഓർമ്മകൾ സൃഷ്ടിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതൽ കാലം ഒരുമിച്ച് നിലനിൽക്കുന്നത്. കുടുംബനാഥൻ തെറ്റായ രീതിയിൽ പെരുമാറിയാൽ എന്ത് സംഭവിക്കും? ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്ന സ്വാർത്ഥത കൂടുമ്പോൾ വിശ്വാസം നഷ്ടമാകും. കോപം കൂടുമ്പോൾ സ്നേഹം കുറയും. പക്ഷപാതം വരുമ്പോൾ അസൂയ വളരും. സംസാരം അവസാനിക്കുമ്പോൾ ബന്ധങ്ങളും അവസാനിക്കും. ഒരേ വീട്ടിൽ താമസിച്ചാലും മനസ്സുകൾ അകലും. മക്കൾ പിതാക്കളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാതെയാകും. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ക്ഷയിക്കും. സമ്പത്ത് ഉണ്ടായിരിക്കാം, വീടുണ്ടായിരിക്കാം, പക്ഷേ ഇതാണ് എൻ്റെ കുടുംബം എന്ന അനുഭവം നഷ്ടപ്പെടും. അവസാനമായി പറയുന്നത്, ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ഒരു നല്ല കുടുംബം ഭാഗ്യം കൊണ്ടല്ല ഉണ്ടാകുന്നത്. ഒരു നല്ല കുടുംബനാഥൻ്റെ സ്വഭാവം കൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. സ്നേഹം, നീതി, ക്ഷമ, ആത്മനിയന്ത്രണം, വിനയം, തുറന്ന ആശയവിനിമയം, ഈ 6 ഗുണങ്ങളുള്ള നേതാവിന് കുടുംബത്തെ വർഷങ്ങളോളം ഒരുമിച്ച് നിർത്താൻ കഴിയും. അതുകൊണ്ട് ഓർക്കുക, കുടുംബത്തെ നയിക്കുന്നവൻ വീട്ടിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായിരിക്കണമെന്നില്ല, ഏറ്റവും വിവേകവും കരുണയുമുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാണക്യനീതിയുടെയും ജീവിത വിജയത്തിൻ്റെയും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ച് ഇതിൻ്റെ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രയോജനമേകുന്ന വീഡിയോകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.